जनगण मन अधिनायक जय है भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे, जय 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 हे। പാലാ സെയിൻറ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാലായുടെ ചരിത്രപരമായ സവിശേഷതകൾ, കോട്ടയത്തിൻ്റെ പ്രത്യേകതകൾ, KR നാരായണനെ അനുസ്മരിക്കുന്നു, ജിമ്മി ജോർജിനെ അനുസ്മരിക്കുന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്തൊക്കെ കാര്യങ്ങളാണ് രാഷ്ട്രപതി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത്? അതുപോലെ തന്നെ സുദീർഘമല്ലാത്ത ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രസംഗമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ കോട്ടയത്ത് പാലാ സെന്റ് തോമസ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയത്. അദ്ദേഹം മറ്റു ചടങ്ങുകളെല്ലാം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിയത്. അവിടെ എത്തി അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ജൂബിലി സ്മാരകമായ ഒരു പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും രാഷ്ട്രപതി നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട അനിൽ പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തിന്റെയും പാലായുടെയും എല്ലാം സവിശേഷതകൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ രാഷ്ട്രപതി ഉദ്ധരിക്കുകയുണ്ടായി. അതുപോലെ ഈ വിദ്യയുടെ പ്രകാശം പരത്തിയ പാലാ സെന്റ് തോമസ് കോളേജിനെ അഭിനന്ദിക്കുന്നു. വലിയ ദീർഘമായിട്ടുള്ള കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനം നാടിന്റെ ഉണർവിന് ഉപയോഗമായി എന്ന്, അല്ലെങ്കിൽ ഉണർവിനെ പ്രചോദിപ്പിച്ചു എന്ന് അവർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹ സമരവും പ്രസംഗത്തിൽ അവർ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ കോട്ടയത്തെ അക്ഷര നഗരി എന്നാണ് വിളിക്കുന്നത്. സാക്ഷരതയ്ക്ക് തറക്കല്ലിട്ട നാടാണ് ഇതെന്നും രാഷ്ട്രപതി പ്രസംഗത്തിൽ പറയുകയുണ്ടായി. തന്നെ PN പണിക്കരുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. അങ്ങനെ കോട്ടയത്തിന്റെ സവിശേഷമായിട്ടുള്ള പ്രാധാന്യവും സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് കോട്ടയവും പാലയും അതുപോലെ തന്നെ പാലാ സെന്റ് തോമസ് കോളേജും നടത്തിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും എല്ലാം അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം ഉണ്ടായത്. ഇപ്പോൾ രാഷ്ട്രപതി സന്ദർശനം പൂർത്തിയാക്കി കോട്ടയത്തേക്ക് മടങ്ങും. ഹെലികോപ്റ്ററിലാണ് മടക്കം. അവിടെ നിന്ന് കുമരകത്തേക്ക് റോഡ് മാർഗം പോകും. പാലാ സെയിൻറ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഗവർണറും ഈ ചടങ്ങിൽ പങ്കെടുത്തു. തത്സമയ വിവരങ്ങളാണ് മിഥുൻ അയ്യപ്പൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.